السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الله رب محمد صلى عليه وسلم. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وجنوده وجميع مشائخنا الأزهرية الشالياتية والمخدومية الفنانية المليبارية وجميع المؤمنين والمؤمنات. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, മനസ്സിൻ്റെ 40 രോഗങ്ങളിൽ രണ്ടാമത്തെ രോഗമായ ഉജ്ബ്, സ്വന്തത്തെ സംബന്ധിച്ച് ഞാൻ തർക്കടില്ല, ഞാൻ ഉഷാറാണ്, ഞാനൊരു സ്വാലിഹായ മനുഷ്യനാണ് എന്ന് ചിന്തിക്കുക എന്ന മനസ്സിൻ്റെ രോഗം, അതിനെ സംബന്ധിച്ചാണ് ഈ ദിറാസ ഉള്ളത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആം 120-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വദറു ലാഹിറൽ ഇസ്മി വ ബാത്തിനഹ, ലാഹിരിയായ തെറ്റുകളും ബാത്തിനായ തെറ്റുകളും നിങ്ങൾ ഉപേക്ഷിക്കണം. പ്രത്യക്ഷത്തിലുള്ള തെറ്റുകൾ അതുപോലെ ആന്തരികമായ തെറ്റുകളെ തൊട്ട് സൂക്ഷിക്കുക എന്നത് ഓരോ മുസൽമാൻ്റെ ബാധ്യതയാണ്. മനസ്സിൻ്റെ രോഗങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട രോഗമാണ് ഉജ്ബ് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നജ്മ് 32-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫലാ തുസക്കു അൻഫുസക്കും ഹുവ അഅലമു ബിമനിത്തഖ. നിങ്ങളെ നഫ്സുകളെ നിങ്ങൾ ഉഷാറാക്കണ്ട, നിങ്ങളെ നഫ്സിൻ്റെ മഹത്വം നിങ്ങൾ പറയണ്ട. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ് ആരാണ് തഖ്വ ചെയ്യുന്ന ആള്. തഖ്വ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് കൂടുതൽ അറിവ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളെ നഫ്സുകൾ നിങ്ങൾ പുകഴ്ത്തി പറയരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൻ നജ്മ് 32-ാമത്തെ ആയത്തിൽ പറഞ്ഞു. ഉജ്ബ് എന്ന് പറയുന്നത് തനിക്കുള്ള കമാല്, തനിക്കുള്ള വിശേഷണം, ഇൽമാകും, അമല് അല്ലെങ്കിൽ സമ്പത്ത്, എന്തായാലും വേണ്ടില്ല, സ്വന്തത്തിലേക്ക് ചേർത്തി പറയുക. അതും എങ്ങനെ? ഒരു പേടിയുമില്ല, ഇതെല്ലാം നഷ്ടപ്പെടും എന്ന ഒരു ചിന്തയും പേടിയില്ലാത്ത വിധത്തിൽ ഈ വിശേഷണങ്ങൾ, ഇൽമ്, അമല്, സമ്പത്ത്, ഇതിനെല്ലാം സ്വന്തത്തിലേക്ക് ചേർത്തി പറഞ്ഞ്, അതായത് മുൻഇം ഹഖീഖിയായ, യഥാർത്ഥത്തിൽ ഈ നിഅമത്ത് ചെയ്യുന്നവനായ, നിഅമത്ത് നൽകിയവനായ അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് ചേർത്തി പറയാതെ, അവനിലേക്ക് ചേർത്തി പറയൽ മറന്നുകൊണ്ട് സ്വന്തത്തിലേക്ക് ചേർത്തി പറയുന്നത്, അത് നഷ്ടപ്പെടുമെന്ന് പേടിയില്ലാതെ അവൻ സ്വന്തമായത് മഹത്വമായി കാണുന്നത്, ഇതാണ് ഉജ്ബ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല തന്ന നിഅമത്ത്, അത് ആരോഗ്യമാകാം, സൗന്ദര്യമാകാം, സമ്പത്താകാം, അത് ബുദ്ധിയാകാം, അല്ലെങ്കിൽ നല്ല എഴുത്താകാം, വലിയ സ്ഥാനമാകാം, ഇതെല്ലാം സ്വന്തത്തിൻ്റെ ഒരു സ്ഥാനമാണ് എന്ന് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും അതോടുകൂടെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹളായ ഫളിലാണിത് ഇതൊന്നും ചിന്തിക്കാതെ അതെല്ലാം മറന്നുകൊണ്ട് ജീവിക്കുക, അതാണ് മനസ്സിൻ്റെ വലിയ രോഗമായ ഉജ്ബ് എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്നു ജുറൈജ് റളിയല്ലാഹു അൻഹു, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീൻ കിതാബ് ദമ്മിൽ കിബ്രി വൽ ഉജ്ബ് എന്ന് പറഞ്ഞ മഹത്തായ അധ്യായത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇബ്നു ജുറൈജ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു പുണ്യവാക്ക്, ഈ ആയത്ത് സൂറത്തുൻ നജ്മ് 32-ാമത്തെ ആയത്ത്, ഫലാ തുസക്കു അൻഫുസക്കും ഹുവ അഅലമു ബിമനിത്തഖ, ഈ ആയത്തിന്റെ ഉദ്ദേശം എന്താണ്? ഇബ്നു ജുറൈജ് തങ്ങൾ പറയുന്നു, നിങ്ങൾ നല്ല ഒരു അമല് ചെയ്തിട്ട്, സൽക്കർമ്മങ്ങൾ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ പറയാ ഇത് ഞാൻ ചെയ്തു, അങ്ങനെ നിങ്ങൾ പറയരുത്. ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യണം, എന്നിട്ട് അതിന് ശേഷം ഇത് എൻ്റെ പണിയാണ്, എൻ്റെ പ്രവർത്തനമാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉജ്ബ് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ നഫ്സിനെ പുകഴ്ത്തി പറയണ്ട എന്ന് ഇബ്നു ജുറൈജ് റളിയല്ലാഹു അൻഹു ഇതിന് വിശദീകരണം നൽകുകയാണ്. സയ്യിദുന സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു പറയാണ്, സ്വന്തത്തെ സംബന്ധിച്ച് നല്ലവനാണ് എന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്, ഒരിക്കലും ഞാൻ നല്ല ആളാണ് എന്ന് പറയരുത്, ഇതെല്ലാം ഉജ്ബിന്റെ ഭാഗമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് ദമ്മിൽ കിബ്രി വൽ ഉജ്ബ്, ചില നുസ്ഖയിലെ 3-ാം വാല്യം 454-ാമത്തെ പേജിൽ രേഖപ്പെടുത്തപ്പെടുകയാണ്.
മാത്രമല്ല മഹത്തുക്കളൊക്കെ പറഞ്ഞു, തഫാഖുർ എന്ന നിലക്ക്, ഫഖ്ർ എന്ന നിലക്ക്, അഭിമാനത്തിൽ ഫഖ്ർ കാണിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത നന്മകളെ മഹത്വമായി പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളുടെ അവസ്ഥകളൊക്കെ അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ അറിവുണ്ടല്ലോ. നമ്മുടെ അടിമകളായ നമ്മുടെ തുടക്കം മുതൽ അവസാനം വരെ ഉള്ളതും എല്ലാ അവസ്ഥകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. എന്നിരിക്കെ നമ്മൾ ചെയ്ത കുറച്ച് നന്മകൾ, പ്രതിഫലമുള്ള കാര്യങ്ങൾ, കൂലിയുള്ള കാര്യങ്ങൾ മുഴുവനും അത് എടുത്തു പറഞ്ഞ് മഹത്വമായി പറയുന്നത് അത് ഒരിക്കലും ശരിയല്ല. മാത്രമല്ല അതുകൊണ്ടാണ് ഈ ആയത്തിൽ റിയാഇനെ സംബന്ധിച്ചും ഉജ്ബിനെ സംബന്ധിച്ചും വിലക്കപ്പെട്ടിട്ടുള്ളത്. ഫലാ തുസക്കു അൻഫുസക്കും വഹുവ അഅലമു ബിമൻ ഇത്തഖ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതേ സ്ഥാനത്ത് ഉഖ്റവിയായ ആളുകൾ, ദീനീ ബോധമുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് അംഗീകരിച്ചുകൊണ്ട് നമുക്ക് അല്ലാഹു തആല തന്ന തൗഫീഖ്, ഇതാഅത്തും ഇബാദത്തിന് തൗഫീഖ് ലഭിച്ചു എന്ന സന്തോഷത്തോടുകൂടെ അതോടുകൂടി അള്ളാഹുവിനിക്ക് ശുക്ർ ചെയ്തുകൊണ്ടിട്ട് നന്മകൾ പറയുക എന്ന് പറയുന്നതിന് വിരോധമില്ല. അതേ സ്ഥാനത്ത് ഇതെല്ലാം അഭിമാനത്തോടുകൂടെ പറയുന്നത്, സ്വന്തത്തിലേക്ക് ചേർത്തി പറയുന്നത്, ഞാൻ ഇത്ര നന്മകൾ ചെയ്തു, ഇത്ര പ്രതിഫലമുള്ള കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറയുന്നത് അത് ഉജ്ബാണെന്ന് മഹത്തുക്കളൊക്കെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരുപാട് ഹദീസുകൾ, അതിൽപ്പെട്ട ഒരു ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ശുഅബുൽ ഈമാൻ ബാബും ഫി മുആലജതി കുല്ലി ദംബിൻ ബിത്തൗബ 5-ാം വാല്യം 436-ാമത്തെ പേജിൽ പറഞ്ഞു. ബഹുമാനപ്പെട്ട ബൈഹഖി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ശുഅബുൽ ഈമാൻ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾ പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് ഷരീഫ്, തെറ്റുകളുടെ മേൽ ഖേദിക്കുക എന്ന് പറയുന്നത്, തെറ്റുകളുടെ മേൽ ഖേദിക്കുക, അത് അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്ന ആളാണ്. ദോഷങ്ങളെ തൊട്ട് ഖേദിക്കുന്നവൻ അത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മുൻതലിറാണ്. മുൻതലിർ റഹ്മത്തില്ലെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നവനാണ് തെറ്റുകളെ തൊട്ട് ഖേദിക്കുന്ന ആള്, ദോഷങ്ങളെ തൊട്ട് ഖേദിക്കുന്ന ആൾ എന്നും, അതേ സ്ഥാനത്ത് ഉജ്ബുള്ള ആള്, ഉജ്ബ് എന്ന് പറയുന്ന രോഗമുള്ള ആള്, അത് അള്ളാഹുവിന്റെ ഗളബിനെ പ്രതീക്ഷിക്കുന്ന ആളാണ്. മുൻതലിർ സഖത്തില്ലാഹി, അള്ളാഹുവിന്റെ ഗളബിനെ, അള്ളാഹുവിന്റെ കോപത്തെ പ്രതീക്ഷിക്കുന്നവനാണ് എന്ന് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശുഅബുൽ ഈമാൻ ബാബും ഫി മുആലജതി കുല്ലി ദംബിൻ ബിത്തൗബ 5-ാം വാല്യം 436-ാമത്തെ പേജിൽ 7178-ാമത്തെ ഹദീസ് ഷരീഫിൽ ബഹുമാനപ്പെട്ട ബൈഹഖി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചത് കാണാം. മാത്രമല്ല ഉജ്ബ് എന്ന് പറയുന്ന രോഗം, ഉജ്ബ് എന്ന് പറയുന്ന മനസ്സിന്റെ രോഗം അത് ഒരിക്കലും പാടില്ലാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആനിലും അഹാദീസ് കരീമയിലൊക്കെ ധാരാളം ഇതിനെ സംബന്ധിച്ച് പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു ഹദീസ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീൻ കിതാബു ദമ്മിൽ കിബ്രി വൽ ഉജ്ബിൽ ബാബു ദമ്മിൽ ഉജ്ബ് എന്നതിലും വിശദമായി പറഞ്ഞത് കാണാം. നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങളിൽ നിന്ന് തെറ്റും ആകുന്നില്ല, പക്ഷേ നിങ്ങളുടെ ഭാഗത്തിൽ നിന്ന് തെറ്റിന്റെ ഒരു കുറ്റം ഞാൻ പേടിക്കുന്നു. നിങ്ങളിൽ നിന്ന് തെറ്റാകുന്നില്ലെങ്കിലും ഒരു തെറ്റ് ഞാൻ നിങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേടിക്കുന്നു, അത് വലിയ തെറ്റാണ് എന്ന് പറഞ്ഞു. അത് ഏതാണ്? അത് ഉജ്ബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് ഉജ്ബ് വലിയ ഒരു തെറ്റാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉജ്ബ് എന്ന് പറയുന്ന രോഗം, ഞാൻ തർക്കടില്ല, ഞാൻ ഉഷാറാണ് എന്ന ഒരു തോന്നൽ, അത് നമ്മുടെ മനസ്സിന്റെ ഒരു രോഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള രോഗത്തെടുത്ത് നമ്മളെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മനസ്സ് അല്ലാഹു തആല ശുദ്ധിയാക്കി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ കിതാബ് ദമ്മിൽ കിബ്രി വൽ ഉജ്ബ് ബാബി ദമ്മിൽ ഉജ്ബിൽ തന്നെ പറയുകയാണ്, വല്ലവർത്തനും ഇൽമുണ്ട്, അമലുണ്ട്, സമ്പത്തുണ്ട്, ഇതെല്ലാം ഉണ്ടായിട്ട് അതിന്റെ കാരണം കൊണ്ട് അവന്റെ നഫ്സിന്റെ ഒരു കമാലായിട്ട് അവൻ കാണുകയാണ്. അങ്ങനത്തെ ആളുകളുടെ രണ്ട് അവസ്ഥകളുണ്ട്.
ആ രണ്ട് അവസ്ഥകളും ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. ഒന്ന്, ആ കമാലിയത്ത് അവനിക്ക് അള്ളാഹു നൽകിയത് ഇൽമും അമല് സമ്പത്ത് മുതലായവ, ഇൽമോ അമലോ സമ്പത്തോ, ഇത് നീങ്ങിപ്പോകുമെന്ന ഒരു പേടി അവനിക്കുണ്ട്. ഇതെല്ലാം നഷ്ടപ്പെടും, മാത്രമല്ല ഇതിലെല്ലാം മാറ്റം വരാം, ഇതെല്ലാം ഇല്ലാതെയായി പോകും, ഇതെല്ലാം അവസാനിച്ചു പോകും എന്ന് ഒരാൾ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ അള്ളാഹു താല ഒരാൾക്ക് ഇൽമു കൊടുത്തുക്കണ്, അമല് കൊടുത്തുക്കണ്, സമ്പത്ത് കൊടുത്തുക്കണ്. എന്നാൽ അങ്ങനത്തെ ആളുകൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിട്ടാണോ ജീവിതം ജീവിക്കുന്നത്? ഇതെല്ലാം അള്ളാഹു തന്നെ നിഅമത്ത്, അത് നഷ്ടപ്പെടുത്താം അള്ളാഹു താലാക്ക്, അള്ളാഹു താല നഷ്ടപ്പെടുത്തും, അല്ലെങ്കിൽ അതിന് മാറ്റം സംഭവിക്കും, അല്ലെങ്കിൽ അതെല്ലാം അവസാനിച്ചു പോകും, ഇതെല്ലാം ഇല്ലാതെയായി പോകും എന്ന ഒരു ചിന്തയോട് ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ അത് ഉജുബല്ല. രണ്ടാമത്തെ അവസ്ഥ, അത് നീങ്ങിപ്പോകും, അത് കുറഞ്ഞു പോകും, അല്ലെങ്കിൽ അവസാനിക്കും എന്ന് പേടിയില്ല. പക്ഷെ അതേ സ്ഥാനത്ത് അവനിക്ക് സന്തോഷമുണ്ട്, ഇത് അള്ളാഹു തന്ന നിഅമത്താണ്, ഇത് അള്ളാഹു തന്ന നിഅമത്താണ്, ഇത് എന്റെ കമാലല്ല എന്ന് ചിന്തിക്കുകയാണെങ്കിലും അതും ഉജുബ് അല്ല. അതേ സ്ഥാനത്ത് മൂന്നാമത്തെ ഒരു അവസ്ഥ ഉണ്ട്. ആ മൂന്നാമത്തെ അവസ്ഥ അവൻ ഉജുബ്, അതാണ് മോശപ്പെട്ട ഉജുബ്. ഓൻ ഈ കമാല് നീങ്ങിപ്പോകും, അതായത് കുറഞ്ഞു പോകും, അവസാനിക്കും എന്നൊരു പേടിയൊന്നുമില്ല. ഇതിലൊനിക്ക് സന്തോഷം ഉണ്ടാകുന്നത്. സന്തോഷം എന്താ? ഈ കമാല്, ഈ നിഅമത്ത് അള്ളാഹു തന്നത് അത് ഇവന്റെ ഒരു വളർച്ചയാണ്, ഇവന്റെ സ്ഥാനമാണ്, അള്ളാഹു താല ഇവനിക്ക് തന്നതാണ്, അള്ളാഹു ചെയ്തു തന്ന നിഅമത്താണ്, അത് അള്ളാഹുവിന്റെ മഹദായ ഫദ്ലാണ് എന്ന നിലക്കല്ല. ഈ കാണുന്ന നിഅമത്ത്, ഈ കമാല്, ഇതെല്ലാം നഷ്ടപ്പെടുമെന്ന് പേടിയുമില്ല. അതോടുകൂടെ അവൻ സന്തോഷിക്കുന്നത് ഇതെല്ലാം എന്റെ ഒരു സ്ഥാനമാണ്, എനിക്കുള്ള സ്ഥാനം എന്ന് ചിന്തിക്കുകയാണ്. റബ്ബിന്റെ മഹദായ ഫദ്ലാണ്, അള്ളാഹു താല തന്ന നിഅമത്താണെന്ന് ചിന്തിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു വസ്ഫുണ്ടെങ്കിൽ അത് ഉജുബാണ്. കാരണം അവൻ സന്തോഷിക്കുന്നത് ഇത് അവന്റെ ഒരു മഹത്വം, അവന്റെ ഒരു വിശേഷണമായിട്ടാണ്, അവന്റെ കമാലായിട്ട് വിചാരിക്കുന്നു. അള്ളാഹു താല തന്നത് അള്ളാഹു താലാന്റെ മഹദായ ഫദ്ല് കൊണ്ട് കിട്ടിയത് എന്ന് ചിന്തിക്കുന്നില്ല. അപ്പൊ അതാണ് ഉജുബ് എന്ന് ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട സയ്യിദുന ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹുവിന്റെ ഒരു മുരീദിന്റെ ഒരു ചരിത്രം കാണാം. ബഹുമാനപ്പെട്ട സയ്യിദുന അഷൈഖ് ഇബ്രാഹിം ഹജ്വേരി റഹ്മത്തുള്ളാഹി അലൈഹി, ദാത്ത ഗഞ്ച് ബഖ്ഷ് ലാഹോരി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയൊരു മഹാൻ, കശ്ഫുൽ മഹജൂബ് എന്ന് പറഞ്ഞ ഗ്രന്ഥം എഴുതിയ മഹാൻ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖ്വാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി റളിയല്ലാഹു അൻഹു നമ്മുടെ ഇന്ത്യ രാജ്യത്തിലേക്ക് വരുന്നതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ടവർ മുഹ്യിദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ബഗ്ദാദി റളിയല്ലാഹുവിന്റെ അടുക്കൽ പോയി 5 മാസവും 7 ദിവസം താമസിച്ച് പൊരുത്തം വാങ്ങിയെന്ന് ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി പോലത്തെ മഹാന്മാർ മവാഹിബ് റബ്ബിൽ മത്തീൻ പോലത്തെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ശേഷം പല മഹാന്മാരെയും സന്ദർശിച്ച് അവസാനം ലാഹോർ മർക്കസുൽ ഔലിയാക്കളുടെ കേന്ദ്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ലാഹോർ ഷെരീഫ്, അവിടെ പോയി അവിടെ മറവട്ടെടുക്കുന്ന ഒരു മഹാനാണ് സയ്യിദുന ദാത്ത ഗഞ്ച് ബഖ്ഷ് ലാഹോരി, അതായത് ഇബ്രാഹിം ഹജ്വേരി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവരുടെ മഖബറത്തെ സിയാറത്ത് ചെയ്ത് 40 ദിവസം ബഹുമാനപ്പെട്ട അജ്മീർ ഖ്വാജ റളിയല്ലാഹു അൻഹു അവിടെ താമസിക്കുകയും റിയാദ് നടത്തുകയും ഒരുപാട് 40 ദിവസം അവിടെ താമസിച്ച് മഹാനവറുകളുടെ ഇസ്തിഗാസക്ക് ചെയ്തുകൊണ്ട് ഒരു ഫാർസിയിൽ ബൈത്തെല്ലാം പാടി പിന്നീടാണ് ബഹുമാനപ്പെട്ടവർ ഇന്ത്യ രാജ്യത്തിലേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും ആ ഇബ്രാഹിം ഹജ്വേരി തങ്ങൾ ബഹുമാനപ്പെട്ട ദാത്ത ഗഞ്ച് ബഖ്ഷ് ലാഹോരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കശ്ഫുൽ മഹജൂബ് ബാബു ആദാബിഹിം ഫി സുഹബത്ത് എന്ന് പറഞ്ഞ അധ്യായത്തിൽ 377-ാമത്തെ പേജിൽ പറഞ്ഞ ഒരു സംഭവം മഹാനവറുകൾ രേഖപ്പെടുത്തുകയാണ്. സയ്യിദുന ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹുവിന്റെ ഒരു മുരീദ് ഉണ്ടായിരുന്നു. എല്ലാ ദിവസം സ്വപ്നം കാണും. എന്താ? മലക്കുകളെ സ്വപ്നം കാണല്. വലിയ ഒരു വാഹനത്തില് ഈ മുരീദിനെ ഇരുത്തിക്കൊണ്ട് സ്വർഗം ഇങ്ങനെ സഞ്ചരിപ്പിക്കും. എന്നിട്ട് ഒരുപാട് അവിടുത്തെ പഴവർഗ്ഗങ്ങളെല്ലാം ഭക്ഷിപ്പിക്കും. മലക്കുകൾ ഇങ്ങനെ ഇയാൾക്ക് ഇങ്ങനെ ഭക്ഷിപ്പിച്ചു കൊടുക്കും. ഇതിങ്ങനെ എല്ലാ ദിവസം സ്വപ്നം കണ്ടപ്പോ ഇയാൾക്ക് തോന്നി, ഞാൻ തറക്കടില്ല, ഞാനൊന്ന് ഉഷാറായിക്കണ്, ജുനൈദ് ബഗ്ദാദിയെക്കാളും ഞാനൊന്ന് ഉഷാറായിട്ടുണ്ട് എന്ന് ഒരു തോന്നൽ ഈ മുരീദിനിക്ക് വന്നുപോയി. ഉജ്ബ് വന്നുപോയി. ഇതെല്ലാം എന്റെ ഒരു കമാലിയത്താണ്, പരിപൂർണതയാണ്, എന്റെ ഒരു നല്ല ഒരു വിശേഷണമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. എന്നിട്ട് ബഹുമാനപ്പെട്ട ജുനൈദ് ബഗ്ദാദി റഹ്മത്തുള്ളാഹിയുടെ സദസ്സിൽ, അവിടുത്തെ സാന്നിധ്യത്തിൽ, അവിടുത്തെ സബഖിൽ എല്ലാം വരുന്നത് നിർത്തിവെച്ച് സുബ്ഹാന ജല്ല ജലാലുഹു വഅമ്മ നവാലുഹു,
അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ തന്നെ ജുനൈദ് ബഗ്ദാദി തങ്ങളെ സദസ്സിൽ അവിടുത്തെ ദർസിലൊന്നും സംബന്ധിക്കാതെ ഇയാള് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഒരു വലിയ മർത്തബക്ക് എത്തിയിട്ടുണ്ട് എന്ന ഉജുബിന്റെ ഈ മനസ്സിന്റെ വലിയ രോഗമായ ആ രോഗത്തിൽ കുടുങ്ങിപ്പോയി. സുബ്ഹാന ജല്ല ജലാലുഹു ജുനൈദ് ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ മുരീദിനെ കാണാത്തത് കൊണ്ട് ഇദ്ദേഹം ഒരു അസുഖത്തിലാണോ എന്നതിലേക്ക് ബഹുമാനപ്പെട്ട ജുനൈദ് ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ദിവസം ഇദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്നു. അങ്ങനെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്നപ്പോഴോ ഇയാൾ നല്ല ആരോഗ്യത്തിലുണ്ട്, ഒരു പ്രശ്നവുമില്ല, എല്ലാ നിലക്കും നല്ല ആരോഗ്യമാണ് കാണുന്നത്. നല്ല നിലയ്ക്ക് ആരോഗ്യം കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ജുനൈദ് ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി ഇദ്ദേഹത്തെ കണ്ട് ചോദിച്ചു, എന്താണ് അവസ്ഥ, കാരണം എന്ത് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹു അൻഹു നഫഅനാ ബിഹിയോട് ഈ മുരീദ് പറഞ്ഞൊരു വാക്ക് എനിക്ക് എന്റെ കൈഫിയത്ത് ഇപ്പം ഇങ്ങനെയാണ്, വലിയ അഭിമാനത്തോടാണ് പറഞ്ഞത്. എല്ലാ ദിവസവും എനിക്ക് സ്വർഗത്തിന്റെ സഞ്ചാരമുണ്ടാകും, സ്വർഗത്തിൽ ഇങ്ങനെ ഞാൻ ചുറ്റിക്കൊണ്ടിരിക്കും, അങ്ങനെ സ്വർഗത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, എനിക്ക് വലിയൊരു മർത്തബുണ്ട്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ജുനൈദ് ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിലേക്ക് സംഭവിച്ച രോഗമെന്ത്. മനസ്സിന്റെ രോഗമായ വലിയ ഉജ്ബാണ് അദ്ദേഹത്തിലേക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുകയും എന്നിട്ട് ബഹുമാനപ്പെട്ട ജുനൈദ് ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്ന് നിങ്ങൾ സ്വർഗത്തിന്റെ പയം നിങ്ങളെ മുമ്പിലേക്ക് വരുമ്പോൾ ഹൗക്കൽ ഒന്ന് ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മുരീദ് പറയാണ് അത് ആയിക്കോട്ടെ എന്ന് പറയുകയും അദ്ദേഹം അന്ന് സ്വർഗത്തിന്റെ പയവർഗ്ഗങ്ങളൊക്കെ രാത്രി ഇങ്ങനെ കാണുമ്പോൾ ഹൗക്കല ചെല്ലാൻ തുടങ്ങി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറഞ്ഞപ്പോൾ ഇതാ ഒരു വലിയ ഒരു അട്ടഹാസമാണ് കേൾക്കുന്നത്. അങ്ങനെ അയാൾ സ്വർഗം എന്ന് വിചാരിക്കുന്നത് ഒരുപാട് കച്ചറകളുള്ള ഒരുമിച്ച് കൂട്ടപ്പെട്ടതായിട്ട് അദ്ദേഹം അതിനെ പകരമായി കാണുകയാണ് ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും എല്ലുകളും അതുപോലെ എല്ലുകളൊക്കെ കാണുന്ന ഒരു ദ്രാവകമായ അവസ്ഥ, ഒരു മോശപ്പെട്ട അവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. ഇത് കണ്ടപ്പോൾ മുരീദിക്ക് മനസ്സിലായി ഇതെല്ലാം പൈശാചികമായ വഞ്ചനയാണ്, ചതിയാണ് എന്ന് ഈ മുരീദിക്ക് സ്വന്തം തന്നെ മനസ്സിലായി. എനിക്കിത് ഉജ്ബിന്റെ രോഗം വന്നു പോയതാണ്, ഇതെല്ലാം ശരിയല്ല എന്ന് മുരീദിനിക്ക് സ്വന്തമായി ബോധം വന്നു. കരഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തുകയാണ്. എന്നിട്ട് ഖേദത്തോടെ ബഹുമാനപ്പെട്ട ജുനൈദ് ബഗ്ദാദി തങ്ങൾ മുമ്പിൽ വെച്ചിട്ട് തൗബ ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ബഹുമാനപ്പെട്ട ജുനൈദ് ബഗ്ദാദി തങ്ങൾ തർബിയത്തിൽ ആ മുരീദ് വരികയാണ് ചെയ്തത്. ഇത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ദാത്ത ഗഞ്ച് ബഖ്ഷ് ഇബ്രാഹിം ഹജ്വേരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കശ്ഫുൽ മഹജൂബ് 377 പേജിൽ വിശദീകരിക്കുകയാണ്. അതുപോലെ മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുകാശഫത്തുൽ ഖുലൂബിൽ അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീൻ മറ്റൊരു സ്ഥലത്ത് പറയാണ്, സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും വലിയ സുഹദിന്റെയും തഖ്വയുടെയും വലിയ മഹാമനുഷ്യന്മാരാണ് മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും. അവർ അത്രയെല്ലാം സുഹുദും തഖ്വയിൽ ഉണ്ടായിരിക്കെ അവർ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് ഞാനൊരു മണ്ണാണെങ്കിൽ, ഞാനൊരു പക്ഷിയാണെങ്കിൽ എന്ന് ഓരോ സ്വഹാബികളും പറഞ്ഞത് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും എത്ര അമല് ചെയ്താലും, എത്ര വലിയ വലിയ അമല് ചെയ്താലും ഞങ്ങൾക്ക് എങ്ങനെ ഉജുബുണ്ടാകേണ്ടത്? ഒരിക്കലും അത് റബ്ബിന്റെ പേടിയും ഉജുബിന്റെ രോഗത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാത്തതിന്റെ പേരിലാണെന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉജുബിനെ സംബന്ധിച്ച് എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം കാവലിനെ തേടേണ്ടതുണ്ട്. ഉജുബിന്റെ ഈ രോഗം ഇല്ലാതെയാകാൻ നമ്മൾ ഒരുപാട് ചികിത്സ നടത്തേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചികിത്സയാണിത്. അതായത് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഉജ്ബ് വേരോട് തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതെയായി പോകും. ഉജ്ബ് കുടുങ്ങിയ ആളുകൾ ചെയ്യേണ്ട ഒരു പണി, പ്രത്യേകിച്ചും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിഅമത്തൊക്കെ നമ്മൾ ഇല്ലാതെയായി പോകുമെന്നൊരു ചിന്ത, അത് അല്ലാഹു തആല ഇല്ലാതെയാക്കിയാലോ എന്നൊരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഏത് സമയത്തും അവിശ്വാസികളെയോ അല്ലെങ്കിൽ തമ്മാടികളെ നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ഒരു തെറ്റും ഇല്ല, അവർക്ക് ഈമാനും അള്ളാഹുവിന്റെ ഇതാഅത്തിനുള്ള തൗഫീഖ് അവർക്ക് തടയപ്പെട്ടിരിക്കുന്നു. അതേപോലെ നമുക്കും ഈ നിഅമത്തുകളൊക്കെ അല്ലാഹു തആല ഇല്ലാതെയാക്കാം. ഫഅാലു ലിമാ യുരീദ്, അവൻ എല്ലാം ഉദ്ദേശിക്കുന്നതെല്ലാം പ്രവർത്തിക്കുന്നവനാണ്. അങ്ങനെ നമ്മളെയും എല്ലാ വിഷയത്തും തടയാൻ അവനക്ക് അധികാരമുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട്
റബ്ബിന്റെ നിഅമത്ത് ചിന്തിച്ചുകൊണ്ട് ഉജ്ബ് എന്ന് പറയുന്ന രോഗം ഞങ്ങളെ മനസ്സിൽ നിന്ന് പാടെ ഇല്ലാതെയാക്കാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. എത്രയെത്ര ഈമാനുള്ള ആളുകൾ മുർത്തദ്ദായി പോയില്ലേ, എത്രയെത്ര ഇതാഅത്തുള്ള ആളുകൾ ഫാസിഖായില്ലേ. അവസാനം ആഖിബത്ത് മോശപ്പെട്ടത്, അവസാനം അന്ത്യം മോശമായത് എത്ര ചരിത്രങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് എപ്പോഴും ചിന്തിക്കുമ്പോൾ നമുക്ക് ഉജ്ബ് നമ്മുടെ മനസ്സിൽ അവശേഷിക്കുകയില്ല എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഉജ്ബിന്റെ 8 കാരണങ്ങളും ചികിത്സകളും മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിലൊക്കെ അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇജ്മാലിയായ മൊത്തത്തിൽ നമുക്ക് ചില വിഷയങ്ങൾ സംസാരിക്കാം. ഒന്നാമത്തെ കാരണം ഉജ്ബുണ്ടാകാൻ ഒന്നാമത്തെ കാരണം അവന്റെ ശരീരത്തിന്റെ സൗന്ദര്യം നോക്കിക്കൊണ്ട് ചിലപ്പോൾ ഉജ്ബുണ്ടാകാം. സൗന്ദര്യം നോക്കിയിട്ട് ചിലപ്പോൾ ഉജ്ബിൽ പെട്ടുപോകും. അതിന്റെ ചികിത്സ എന്താ? അവന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തോടുകൂടെ അവന്റെ ആന്തരികമായ നജാസത്ത്, അവന്റെ ബാത്തിനിയായ നജസ്സുകൾ, മോശപ്പെട്ട അവന്റെ ശരീരത്തിന്റെ ഉൾഭാഗത്തുള്ള മനസ്സിന്റെ രോഗങ്ങളും അതുപോലെ അവന്റെ ശരീരത്തിന്റെ ഉള്ളിലുള്ള എല്ലാ അശണ്ടകളും ചിന്തിക്കുമ്പോൾ അവൻക്ക് മനസ്സിന്റെ രോഗം അവന് ഇല്ലാതെയാക്കാൻ അവൻ പരിശ്രമിക്കും. രണ്ടാമത്തെ കാരണം അവന്റെ കഴിവ്, അവന്റെ ശക്തി, അവന്റെ ആവത് അത് നോക്കിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ അധികം ആളുകൾക്ക് ഉജ്ബുണ്ടാകുക. അതിന്റെ ചികിത്സ എന്താ? അടിമകളായ നാം എപ്പോഴും ചിന്തിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയൊരു പരീക്ഷണം നൽകി കഴിഞ്ഞാൽ ഈ ആപതും ഈ ശക്തിയെല്ലാം അവൻ തിരിച്ചെടുക്കും. നമുക്ക് ചെറിയൊരു അപകടത്തിൽപ്പെടുത്തിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു പരീക്ഷണത്തോടുകൂടെ അല്ലെങ്കിൽ പല നിലക്കുള്ള അസുഖം തന്നിട്ടോ മറ്റോ ഈ ആപതും കൈവെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുക്കാനും അല്ലാഹു കൈവുള്ളവനല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ ഉജ്ബിന്റെ രോഗം നമ്മൾ ഇന്ന് ഇല്ലാതെയാകുന്നു. മൂന്നാമത്തത് ബുദ്ധിയും അതുപോലെ ബുദ്ധിക്കൂർമ്മത ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഉജ്ബ് വന്നു പോകാം. അത് ഇല്ലാതെയാക്കാൻ അതിന്റെ ചികിത്സ എന്താണ്? അടിമകളായ നാം എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണം. ഏതെങ്കിലും രോഗം വന്നിട്ടോ അല്ലെങ്കിൽ അപകടം സംഭവിച്ചിട്ടോ ഈ നിഅമത്തെല്ലാം ഇല്ലാതെയാകാൻ സാധ്യത ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഉജ്ബിനെ തൊട്ട് അല്ലാഹുവിനോട് കാവലിന് തേടേണ്ടതുണ്ട്. നാലാമത്തത് അവന്റെ കുടുംബം വലിയ തറവാട് അവന്റെ വണ്ണമായതുകൊണ്ട് അവന്റെ തറവാട് അവന്റെ ആബാ അസ്ദാദ് വലിയ ആൾക്കാർ ആയതിന്റെ പേരിലും ചിലപ്പോൾ ഉജ്ബുണ്ടാകാം. അതിന്റെ ചികിത്സ എന്താ? നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ആബാ അജ്ദാദ് അവര് വലിയ മഹത്തുക്കളായിരിക്കാം, അവർ കാര്യമായ ആളുകളായിരിക്കാം, പക്ഷേ അവരെ റൂട്ടിലല്ല നമ്മളുള്ളത്. അവരുടെ എല്ലാ പ്രവർത്തനത്തിൽ ഓപ്പോസിറ്റാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് എന്ന് ചിന്തിച്ചിട്ടിരിക്കെ ആ സ്ഥാനത്തേക്ക് നമ്മൾ എങ്ങനെ എത്തും എന്ന് ചിന്തിച്ചുകൊണ്ട് ഉജ്ബിനെ തൊട്ട് നാം എപ്പോഴും കാവലിനെ തേടേണ്ടതുണ്ട്. അഞ്ചാമത്തത് അക്രമികൾക്ക് നമ്മൾ ഹിമായത്ത് നൽകുക, അക്രമികളെ സഹായിക്കുന്ന വിധത്തിലും നമുക്ക് ഉജ്ബുണ്ടാകുക. എന്നാൽ നാം എപ്പോഴും ചിന്തിക്കേണ്ടത് അടിമകളായ നമ്മൾ അക്രമികളുടെ അവസ്ഥകൾ ചിന്തിക്കണം. ഉഖ്റവിയായ അവസ്ഥ അവർക്ക് എന്തായിരിക്കും ഉണ്ടാകുക? അക്രമികളെ സഹായിച്ച് അക്രമികൾക്ക് കോണി വെച്ച് നമുക്ക് ഉജ്ബിന്റെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നാം ചിന്തിക്കേണ്ടത് ഈ അക്രമികളുടെ അവസ്ഥ ആഖിറത്തിൽ എന്തായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ അക്രമത്തിലേക്ക് സൈഡ് കൊടുക്കാതെ, അക്രമത്തേക്ക് സഹായിക്കാതെ, ആക്രമിക്കുന്ന ആളുകൾക്ക് ശക്തി നൽകാതെ ഉജ്ബിനെ തൊട്ട് കാവലിനെ തേടേണ്ടതുണ്ട്. ആറാമത്തത് നമ്മുടെ അണ്ടറിലുള്ള ആളുകളെ താഴ്ത്തി നിസ്സാരപ്പെടുത്തി സംസാരിക്കുക, അവർ നിസ്സാരമായി കാണുക, അതൊരു ഉജ്ബാണ്. അതിന്റെ ചികിത്സ നമ്മുടെ സ്വന്തത്തിന്റെ ബലഹീനത ചിന്തിക്കണം. നമുക്ക് നമ്മുടെ ബലഹീനത എത്രയെല്ലാം ഉണ്ട്, നമ്മുടെ അശക്തത എന്തെല്ലാം ഉണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളും അവരും അള്ളാഹുവിന്റെ അശക്തരായ അടിമകളാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഉജ്ബിനെ തൊട്ടെപ്പോഴും കാവലിനെ തേടേണ്ടതുണ്ട്. ഏഴാമത്തെ കാരണം സമ്പത്തുണ്ട് എന്ന നിലക്ക് അവൻ അഭിമാനം പറയുക, സമ്പത്തുണ്ട് എന്ന നിലക്ക് ഉജ്ബുണ്ടാകുക. അതിന്റെ ചികിത്സ എന്താ? സമ്പത്തിന്റെ ആഫത്തുകൾ, നാശങ്ങൾ ചിന്തിക്കുക, സമ്പത്തിന്റെ ഹുഖൂഖ് ബാധ്യതകൾ ചിന്തിക്കുക, ആ സമ്പത്ത് കാരണമുണ്ടാകുന്ന ഫിത്നകളും ചിന്തിക്കുക. എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ സമ്പത്തിൽ എന്തെല്ലാം ബാധ്യതകൾ നമുക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നിരിക്കെ ഈ സമ്പത്തുണ്ടായതിന്റെ പേരിൽ ഉജുബുണ്ടാകുന്നത് ഒരിക്കലും ശരിയല്ല എന്ന നിലയ്ക്ക് ഉജുബിനെ തൊട്ട് അള്ളാഹുവിനോട് എപ്പോഴും കാവലിനെ തേടണം. എട്ടാമത്തത്, അവന്റെ തെറ്റായ അഭിപ്രായത്തിനിക്കാൻ അഭിമാനമായി കാണുക. അവന്റെ മോശപ്പെട്ട അഭിപ്രായം ഏത് ചർച്ചയാകുമ്പോഴും ഏത് മീറ്റിംഗ് ആയാലും ഇവന്റെ ഒരു അഭിപ്രായത്തിനെ തന്നെ വലിയതായി കാണുക, സ്വന്തം അഭിപ്രായത്തിനെ വലിയതായി കാണുക. ആ സ്വന്തം അഭിപ്രായത്തിനെ വലുതായി കാണുന്നത് അതൊരു ഉജ്ബിന്റെ രോഗമാണ്. അതിന്റെ ചികിത്സ എന്താ? സ്വന്തത്തിന്റെ അഭിപ്രായത്തിനിക്ക് സിഹത്ത് ഒരിക്കലും ഏറ്റുമാത് ചെയ്യാൻ പാടില്ല. എന്റെ ശരിയായ അഭിപ്രായം എന്ന ഒരു ബോധം, അങ്ങനെ അവനക്ക് ഒരു ഉജ്ബിന്റെ രോഗമുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആലയോട് എപ്പോഴും കാവലിനെ തേടണം. എന്റെ അഭിപ്രായം തന്നെ സഹിയായിക്കൊള്ളണമെന്നില്ല, അത് നമുക്ക് ഏറ്റുമാത് ചെയ്യാൻ പറ്റൂല എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ ഉജ്ബിനെ തൊട്ട് കാവലിനെ തേടണമെന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞു. ആകയാൽ ഉജ്ബിനെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും അല്ലാഹുവിനോട് കാവലിനെ തേടണം. നമ്മുടെ അകാബിരിങ്ങളായ സാദാത്യങ്ങൾ എപ്പോഴും നസീഹത്ത് ചെയ്യാറുണ്ടല്ലോ, ഉജ്ബ് വേണ്ടടോ, ഉജ്ബ് വേണ്ടടോ. അപ്പൊ ഉജ്ബ് നമ്മൾ തർക്കടില്ല, നമ്മൾ ഉഷാറാണ് എന്ന ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകാൻ പാടില്ല. മഹാനായ ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ബഗ്ദാദി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫുതൂഹുൽ ഗൈബിൽ പറഞ്ഞതുപോലെ, എങ്ങനെയായാലും എന്നെക്കാളും മഹത്വം മറ്റാൾക്ക് ഉണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഒരു ചെറിയ കുട്ടിയെ കാണുമ്പോൾ എന്റെ അത്ര ആ കുട്ടി തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, ആ കുട്ടിയെക്കാളും കൂടുതൽ തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ കുട്ടിയെ എന്നെക്കാളും മഹത്വമുണ്ട് എന്ന് ചിന്തിക്കണം. അതേ സ്ഥാനത്ത് ഒരു ആലിമാണെങ്കിൽ ഒരു ജാഹിലിനെ കണ്ടാൽ ആ ജാഹില് സംഗതി ലിൽ ആലിമി ദംബുൻ വൽ ജാഹിലി ദംബാനി, ഒരു ആലിമിനിക്ക് തെറ്റ് ചെയ്ത ഒരു തെറ്റാണ്, ഇൽമെങ്കിലും പഠിച്ചിട്ടുണ്ട്, ആ നിർബന്ധം വീട്ടിട്ടുണ്ട്. അതേ സ്ഥാനത്ത് ഒരു ജാഹിലി തെറ്റ് ചെയ്യുമ്പോൾ പഠിക്കാത്ത തെറ്റുമുണ്ടാകും, ദോഷം ചെയ്ത തെറ്റുമുണ്ടാകും. അതേ സ്ഥാനത്ത് ഒരു ആലിമ് ജാഹിലിനെ കാണുമ്പോൾ ആ ആലിമിനിക്ക് ഉജുബുണ്ടാകാൻ പറ്റൂല. കാരണം ആ ജാഹില് വിവരമില്ലാതെയാണ് തെറ്റ് ചെയ്തത്, ഞാൻ ഇൽമിണ്ടായിരിക്കെ തെറ്റ് ചെയ്തില്ലേ എന്ന നിലയ്ക്ക് എന്നെക്കാളും മഹത്വം ആ ജാഹിലിനുണ്ട് എന്ന് ആലിമ് ചിന്തിക്കണമെന്ന് ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതേ സ്ഥാനത്ത് ഒരു ജാഹില് ഒരു ആലിമിനെ കണ്ടിട്ട് നിസ്സാരപ്പെടുത്താൻ പാടില്ല. നമുക്ക് ഇൽമില്ലാതെ തെറ്റ് ചെയ്യുന്നു, ആലിമിനിക്ക് ഇൽമുണ്ടല്ലോ, ആ ഇൽമിന്റെ കാരണം കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന്റെ തെറ്റിനിക്ക് അള്ളാഹു മാഫ് കൊടുക്കൂലേ എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു ആലിമിനെ നിസ്സാരപ്പെടുത്താൻ പറ്റൂല. ഒരു കാഫിറായ മനുഷ്യനെ കാണുമ്പോൾ ആ കാഫിറായ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നായി ഈമാനോടുകൂടി മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എപ്പോഴും സ്വർഗത്തിലാണല്ലോ. അതേ സ്ഥാനത്ത് ഞാൻ മരിക്കുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും നരകത്ത് പോകൂലേ, നഊദു ബില്ലാഹ്. അങ്ങനെയെങ്കിലും ചിന്തിച്ചിട്ട് നമ്മളെക്കാൾ മഹത്വം അദ്ദേഹത്തിന് കൊണ്ട് എന്ന് ചിന്തിക്കണമെന്ന് മഹാനായ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു ഫുതൂഹുൽ ഗൈബിൽ പറഞ്ഞു. അതിന്റെ അർത്ഥം കാഫിറിനെ അവിശ്വാസിയെ സംബന്ധിച്ച് അവിശ്വാസി എന്ന് പറയാൻ പറ്റൂല, അങ്ങനൊന്നുമില്ല. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അതേ സ്ഥാനത്ത് നമ്മളെക്കാൾ സ്ഥാനം മറ്റുള്ളവർ എന്ന് നമുക്ക് ഉജ്ബിന്റെ രോഗം ഉണ്ടാകരുത്, ഉജ്ബിനെ തൊട്ട് അള്ളാഹുവിനോട് കാവലെ തേടണം എന്നാണ് ഈ വാക്കുകളെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇങ്ങനെല്ലാം ചിന്തിക്കണം. നമ്മളെക്കാൾ വയസ്സ് കുറഞ്ഞവരെ കാണുമ്പോൾ നമ്മളെക്കാളും കൂടുതൽ തെറ്റ് അവർ ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ അവരെക്കാളും കൂടുതൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ചിന്തിക്കണം. നമ്മളെക്കാളും വയസ്സ് കൂടുതലായ ആളുകളെ കാണുമ്പോൾ ചിന്തിക്കേണ്ടത് നമ്മളെക്കാളും കൂടുതൽ ഇബാദത്തെടുത്ത ആളുകൾ അവരാണല്ലോ, നമ്മളെക്കാളും അള്ളാഹുവിനെ സ്മരിച്ച ആൾക്കാർ അവരാണല്ലോ. നമ്മളെക്കാൾ വയസ്സ് കൂടുതൽ ആളുകളെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയാണ്. വയസ്സിൽ താഴെയുള്ള ആളുകളെ കാണുമ്പോൾ നമ്മളത്ര തെറ്റ് അവർ ചെയ്തിട്ടില്ല. എങ്ങനെയെങ്കിലും ഉജ്ബ് എന്ന് പറയുന്ന രോഗം നമുക്കുണ്ടാകാൻ പാടില്ല. അതിനെ തൊട്ട് നാം കാവലിനെ തേടേണ്ടതുണ്ട്. അതോടുകൂടെ നേരത്തെ സൂചിപ്പിച്ച ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, ആ മുരീദായ മനുഷ്യനിക്ക് ഉണ്ടായ ഉജ്ബ് അവിടെ സ്വപ്നം കണ്ടതിന്റെ പേരിൽ മുരീദ് അങ്ങനെ മനസ്സിലാക്കി. ഇതിൽ നാം മനസ്സിലാക്കണം സ്വപ്നത്തെ സംബന്ധിച്ച്. ദഹബത്തിൻ നുബുവത്തു ഇല്ലൽ മിൻ ബഅദി ഇല്ലൽ മുബശ്ശറാത്ത്, ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത് കാണാം. നുബുവത്ത് എന്റെ ശേഷം അവസാനിച്ചു, എന്നാൽ മുബശ്ശറാത്ത് സ്വാലിഹീങ്ങളെ സ്വപ്നം, സ്വാലിഹത്തായ സ്വപ്നങ്ങളുണ്ട്. സ്വാലിഹത്തായ സ്വപ്നങ്ങൾ അത് പ്രത്യേകിച്ചും അതിന് ഒരു സ്വപ്നം എന്ന് പറയുന്നത് സ്വാലിഹീങ്ങൾക്കുണ്ടാകാം, നുബുവത്തിന്റെ ഒരു ചെറിയൊരു ഭാഗമാണത്. എന്നാൽ അത് ഒരിക്കലും തെളിവല്ല. ഒരു സ്ഥിരപ്പെട്ട സംഗതിയെ
സ്ഥിരപ്പെടാത്ത വിധത്തിലാക്കാണോ, സ്ഥിരപ്പെടാത്ത ഒരു സംഗതിയെ സ്ഥിരപ്പെടുന്ന വിധത്തിലാക്കാണോ സ്വപ്നത്തിന് കഴിയില്ല. സാബിത്തിനെ ഗൈർ സാബിത്താക്കാണോ, ഗൈർ സാബിത്തിനെ സാബിത്താക്കാണോ കഴിയില്ല. സ്വപ്നം രേഖയല്ല. അതേ സ്ഥാനത്ത് സ്ഥിരപ്പെട്ട ഒരു സംഗതിക്ക് സ്വപ്നം എന്ന് പറയുന്നത് അത് ശക്തി നൽകുന്നു. ശറഇൽ സ്ഥിരപ്പെട്ട ഒരു സംഗതി, ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഒരു സംഗതി, അതിനെ തന്നെ സ്വപ്നത്തിൽ സ്വാലിഹീങ്ങൾ അത് വലിയൊരു ശക്തി നൽകും എന്നതാണ് മഹത്തുക്കൾ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് ഇങ്ങനെ സ്വപ്നങ്ങളോ തോന്നലുകളോ ഉണ്ടായി നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു മർത്തബ വിചാരിച്ച് ഉജ്ബ് എന്ന രോഗം നമുക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഈ കാര്യങ്ങളും നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കുകയും ചിന്തിക്കുകയും അള്ളാഹുവിനോട് എപ്പോഴും ഉജ്ബിനെ തൊട്ടും മനസ്സിന്റെ എല്ലാ രോഗങ്ങളെ തൊട്ട് കാവലിനെ തേടണമെന്നും അള്ളാഹു താല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട മനസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സ് അല്ലാഹു തആല ശുദ്ധിയാക്കി തെരുമാറാകട്ടെ. ഉജ്ബിന്റെയും അതുപോലെ അംറാദുൽ ഖുലൂബായ എല്ലാ രോഗങ്ങളെ തൊട്ടും നമ്മുടെ മനസ്സുകൾ അല്ലാഹു തആല ശുദ്ധിയാക്കട്ടെ. ഏവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.